ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഗമണിലെ വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വാഗമണിലെ കോട്ടമല, ഉറുമ്പള്ള്, കൈതപ്പതാൽ വ്യൂ പോയിൻറ്റ്സും ഉളുപ്പണ്ണി വെള്ളച്ചാട്ടവും കാണാനുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ്. വാഗമൺ ടൗണിൽ നിന്നും 30 റൂട്ടിൽ 12 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് സെഹ്യോൻ മിസ്റ്റ് റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. റിസോർട്ടിലെ അതിസുന്ദരമായ കാഴ്ചകളെല്ലാം ആദ്യത്തെ വീഡിയോയിലും താമസത്തിൻ്റെ ഭാഗമായുള്ള KPM ഫുഡ് കോർട്ടിലെ പ്രഭാത ഭക്ഷണവും കുട്ടവഞ്ചി യാത്രയും രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിട്ടിരിക്കുന്ന വീഡിയോ കാണാൻ ശ്രമിക്കുക. റിസോർട്ടിൽ നിന്നും അറേഞ്ച് ചെയ്ത് തന്ന ജീപ്പിലായിരുന്നു ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പ് യാത്രയ്ക്ക് പോയത്. 2500 രൂപയാണ് ജീപ്പിന് ചാർജ്. ഓഫ് റോഡ് ജീപ്പ് യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങളിട്ടാൽ ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ്. ഫ്ലൈറ്റിന് വരുന്നവർക്ക് കൊച്ചിയിൽ നിന്നും, ട്രെയിന് വരുന്നവർക്ക് കോട്ടയത്ത് നിന്നും, അതുപോലെ തന്നെ ബസ്സിനാണേലും ഏറ്റുമാനൂരോ കുറവളങ്ങാടോ എവിടെയെങ്കിലും ഇറങ്ങി അവിടെ നിന്നും, അതുപോലെ തന്നെ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞിട്ട് മൂന്നാറിൽ നിന്നും വാഗമണിലേക്ക് വരാനുള്ള റൂട്ട് മാപ്പ് ഇതിനോട് കൂടി ചേർത്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ഉള്ളതുകൊണ്ട് ഡീറ്റെയിൽസ് കൊണ്ട് ആ ഭാഗം പോസ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അവിടെ കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ മനോഹരമായ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടമല വ്യൂ പോയിൻറ്റും ഈ ഡാം റിസർവയർ വ്യൂ പോയിൻറ്റും സന്ദർശകർക്ക് പശ്ചിമഘട്ടത്തിൻ്റെയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച നൽകുന്നു. അതിമനോഹര കാഴ്ചകൾ, തണുത്ത കാലാവസ്ഥ, പ്രശാന്തമായ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ട ഈ മനോഹരമായ സ്ഥലം പ്രകൃതി സ്നേഹികളും ഫോട്ടോഗ്രാഫർമാരും പ്രകൃതി സൗന്ദര്യത്തിനിടയിൽ സമാധാനപരമായ വിശ്രമം ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി കോട്ടമല വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രാദേശിക പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ചെറിയ സസ്തനികൾ എന്നിവയാൽ സമ്പന്നമായ ഈ പ്രദേശത്തെ വനങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും വന്യജീവികൾക്കും ഒരു പറുദീസയാണ്. അടുത്തത് നമ്മൾ കാണുന്നത് ഉളുപ്പണ്ണി വെള്ളച്ചാട്ടമാണ്. ഇവിടെ നമ്മളിപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരെല്ലാം പോയി. പക്ഷേ സാധനങ്ങളും ഇതുമൊക്കെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടെ നല്ല വർഷകാലത്തെ മഴയില്ലാത്ത ഇടവേളകൾ വരുവാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാൻ ഈ വെള്ളച്ചാട്ടം മാത്രം അതാണ് ആ സമയമാണ് കുറച്ചുകൂടെ നല്ല സമയം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈ പോലെ, വൈയുടെ ഒരു കാല് ഒരു തോടൊഴുകി വരുന്നതും മറ്റേ കാല് ടണലുമാണ്. ആ ടണലിലൂടെ വരുന്ന വെള്ളവും ഈ തോടിലൂടെ ഒഴുകി വരുന്ന വെള്ളവും ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നേരെ ഒന്നിച്ച് ഈ കാണുന്നത്. അപ്പോൾ ഒരുമിച്ച് തോടായിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് നേരെ ഈ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു സ്റ്റോറേജ് ഏരിയയിലേക്ക് ആണ് പോകുന്നത്. നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കൈതപ്പതാൽ ആ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് ഒത്തിരി നല്ല തേയിലത്തോട്ടങ്ങളും വ്യൂസും ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വീഡിയോ എല്ലാം നമ്മൾ ഇത് ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ്. ഇതുകൂടെ ഇതിനകത്ത് നമുക്ക് ഈ ഉളുപ്പണി ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുണ്ട്. അവിടെയും കൂടെ നമുക്ക് പോകണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ 1000 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതും കാണാൻ പറ്റും. ചിലർ രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടി അവിടെ പോയി ഉളുപ്പണ്ണി ടോപ്പിൽ പോയി നിന്ന് സൂര്യോദയം കാണേണ്ടവരൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ 2500 1000 കൂടി കൊടുത്താൽ 3500 കൊടുത്താൽ നമുക്ക് ആ ഭാഗം കൂടെ കാണാം. ഓഫ് റോഡാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ജീപ്പ് ട്രിപ്പ് ഇവിടെ നിന്നുള്ളത് സൈറ്റ് സീയിങ്ങിനാണ്. അത് പോകുന്ന ഏരിയകൾ ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ, പൈൻ ഫോറസ്റ്റ്, അഡ്വഞ്ചർ പാർക്ക്, അതിനോടനുബന്ധിച്ചാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ തങ്ങൾപ്പാറ വ്യൂ പോയിൻ്റ്, പിന്നെ പാലൊഴുകുംപാറ വാട്ടർഫോൾസ്, അത് ഈ മഴയുള്ള സമയങ്ങളിലേ ഉള്ളൂ. പിന്നെ കുരിശുമല, മുരുകൻമല തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഇത് ഓൾമോസ്റ്റ് 4 മണിക്കൂറാണ് യാത്രയുള്ളത്. 35 കിലോമീറ്റർ കവർ ചെയ്യും.
ഇതിന് ചാർജ് 3500 രൂപയാണ്. നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. കൈതപ്പത്താൽ വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.